MJ അങ്കിൾ ഒരു സലിൽദ പാട്ട് കേട്ടാലോ? ഓക്കെ, സലിൽദ റൗണ്ടിൽ പെർഫോം ചെയ്യാനായിട്ട് നമ്മുടെ എസ്തർ കുട്ടിയാണ് എത്തുന്നത്. ലെറ്റ്സ് വെൽക്കം എസ്തർ സജീവ് ഓൺ സ്റ്റേജ്. കാലങ്ങളായി, സന്തോഷം കണ്ടിട്ട്. എസ്തർ കുട്ടി ഇച്ചിരി പൊക്കം വെച്ചോ അല്ലേ? ശരിയാട്ടോ, കുറച്ച് പൊക്കം വെച്ചു, കുറച്ച് സ്പീഡ് കൂടി, പല്ലൊക്കെ വന്നു മൊത്തം. അതെ, ഭയങ്കര സംസാര സുന്ദരി കുട്ടിയായിട്ട്. ഞാൻ എന്തെങ്കിലും പറഞ്ഞാലേ ഉടനെ എന്റെ അടുത്ത് തർക്കിങ് കേടോ. പിന്നെ 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 എസ്തറുടാ, എന്തൊക്കെയാണ് വിശേഷം? സുഖം തന്നെ. സുഖം. പുതിയ ഡാൻസ് ഒന്നും പഠിച്ചില്ലേ? ഇല്ല. അച്ഛനമ്മയൊന്നും പഠിച്ചില്ലേ? പാട്ടിൽ ഫോക്കസ് ചെയ്തോണ്ടിരിക്കും. പാട്ടിൽ ഫോക്കസ്. ഇന്ന് ഏത് പാട്ടിലാണ് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്? ഒരു നാൾ വിശന്നേറെ തളർന്നേതോ വാനം പാടി. സൽദയാണ്. ഏത് വർഷമാണ്? 1979. 1979. ഓക്കെ. പിന്നെ സിനിമയുടെ പേര്? സിനിമയുടെ പേര് ദേവദാസി. നല്ല ക്ലോസ് ആയത്. നിങ്ങക്ക് എക്സാമിന് വന്നൂടെ? പാടിയത് യേശുദാസ് സാറ്. വെരി ഗുഡ്. എല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ അല്ലേ? നമുക്ക് പാട്ട് പാടിയാലോ? പാട്ട് കേൾക്കാം. ഈ ഉടുപ്പ് കൊള്ളാട്ടോ. അമ്മ വെച്ചതാണോ? എന്റെ ബോർഡറിലൊക്കെ, ആ ബോർഡറൊക്കെ കൊള്ളാം, അതിന് നല്ല രസമുണ്ട്. അതുപോലെ തന്നെ തലയിൽ വെച്ചിരിക്കണ ഹെയർ ബാൻഡ് നന്നായിട്ടുണ്ട്. സൂപ്പർ. കൊള്ളാട്ടാ. ഒരു നാൾ വിശന്നേറെ തളർന്നേതോ വാനം പാടി കണ്ടൊരു മിന്നാമിന്നിയെ പൊൻപയർ മണിയെന്നു തോന്നിച്ചെന്നു മിന്നാമിന്നി കരഞ്ഞോതി കഥ കേൾക്കൂ കൺമണി. ഒരു നാൾ വിശന്നേറെ തളർന്നേതോ വാനം പാടി കണ്ടൊരു മിന്നാമിന്നിയെ കേൾക്കൂ കൺമണി. പാട്ടുപാടും നിൻ വഴിയിൽ വെളിച്ചത്തി തുള്ളികളി ഞങ്ങൾ നിനക്കാരി മധുരരാഗം പകർന്നേകി അതേ കൈകൾ ഇവർക്കേകി വെളിച്ചം. നീ പാടു നിന്റെ മോളം കൂട്ടിനുള്ളിൽ കത്തിനികം കൊല്ലരുതേ മിന്നാമിന്നി കരഞ്ഞോതി കഥ കേൾക്കൂ കൺമണി. ഒരു നാൾ വിശന്നേറെ തളർന്നേതു പാനം പാടി കണ്ടൊരു മിന്നാമിന്നിയെ പൊൻപയർ മണിയെന്നു തോന്നിച്ചെന്നു മിന്നാമിന്നി കരഞ്ഞോതി കഥ കേൾക്കൂ കൺമണി. വന്നിരുന്ന വാനം പാടി കണ്ണീരോടെ നെഞ്ചിലെത്തിയോടെ ഒരു വെള്ളപ്പനിപ്പൂവ് വിടർന്നാടും ചെടിക്കൈ ഈതൽ തോറും നെഞ്ചമർത്തി പാടി പാടി വെട്ടം വീണനേരം പെൺപനി നീർപ്പൂവിൻ മുഖം എന്തു മായം ചുവന്നേ പോയി കഥ കേൾക്കൂ കൺമണി. ഒരു നാൾ വിശന്നേറെ തളർന്നേതോ വാനം പാടി കണ്ടൊരു മിന്നാമിന്നിയെ പൊൻപയർ മണിയെന്നു തോന്നിച്ചെന്നു
കേൾക്കൂ കൺമണി, കഥ കേൾക്കൂ കൺമണി, കഥ കേൾക്കൂ കൺമണി. നൈസ് മോളെ, നൈസ് നൈസ്. താങ്ക് യു. എസ്തറൂട്ടി എന്തോ? ഒരു പാട്ട് അങ്ങോട്ട് തരട്ടെ, ആ എറിഞ്ഞു തരട്ടെ? ആ എറിയാൻ പോണേ, ആ റെഡിയല്ലേ? റെഡി. യെസ്. പാടാം നമുക്കു പാടാം വീണ്ടും ഒരു പ്രേമഗാനം. പാടാം നമുക്കു പാടാം വീണ്ടും ഒരു പ്രേമഗാനം. പാടിപ്പതിഞ്ഞ ഗാനം, പ്രാണനുരുകും ഗാനം, ഗാനം. പാടാം നമുക്കു പാടാം വീണ്ടും ഒരു പ്രേമഗാനം. Let us sing the song of love, let us play the tune of love, let us share the pangs of love, let us wear the thorns of love. പാടാം നമുക്കു പാടാം വീണ്ടും ഒരു പ്രേമഗാനം. ഇപ്പൊ നമ്മള് പാടിയില്ല പാട്ട്, അത് എസ്തറൂട്ടി പാടി എങ്ങനെ ഉണ്ടാവും? എനിക്കറിയില്ല. അതിങ്ങനെ ഇരിക്കും. പാദം നമുക്കു പാദം വീണ്ടും മധു പ്രേമഗാനം. അങ്ങനെ വരില്ലേ എസ്തറൂട്ടി? പക്ഷെ അതങ്ങനെ പാടുമ്പോൾ എനിക്ക് ഭയങ്കര രസമാണ് കേട്ടോ. എസ്തറൂട്ടി പാടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേൾക്കുന്ന എല്ലാ ഹൃദയങ്ങൾക്കും വേണ്ടിയിട്ടാണ് നമ്മുടെ കുഞ്ഞു പാടുന്നത് കേട്ടോ. അത്രയും മെലഡിയസ് ആയിരിക്കും പാടുന്നത്. ആ മിന്നാ മിന്നി എന്ന് പാടുന്നത്, മിന്നാ മിന്നി താരാരാരാ, അത് ഭയങ്കര ഇഷ്ടപ്പെട്ടോടാ അങ്ങളുടെ. അവിടെ ഒരു സ്പെഷ്യൽ എക്സ്പ്രഷൻ കൊടുത്തില്ലേ, അതെങ്ങനെയായിരുന്നു? മിന്നാ മിന്നി. അതാണ് ആ മിന്ന. അവിടെ കണ്ടോ മീനുകുട്ട, അത് കണ്ടോ? മിന്ന. ആ അതാണ് ഒന്നൂടെ. മിന്നാ മിന്നി, പിന്നെ മിന്നാ മിന്നി കൽതിഞ്ഞോതി കഥ കേൾക്കൂ കൺമണി. ഒരു നാൾ വിഷന്നേറെ തളർന്നേതോ വാനം പാടി കണ്ടൊരു മിന്നാ മിന്നിയേ. പൊൻപയർ മണിയെന്നോ തോന്നിച്ചെന്നു മിന്നാ മിന്നി കൽതിഞ്ഞോതി കഥ കേൾക്കൂ കൺമണി. കഥയാണ് കേട്ടോ, കഥ അല്ല. എനിക്കങ്ങനെ കിട്ടൂല സാറേ. അങ്ങനെ കിട്ടില്ല. എന്താ കിട്ടാത്തെ? ഇപ്പൊ പാടിയപ്പോ ശരിയായല്ലോ, കഥ എന്ന് പാടിയല്ലോ. കഥ. പറഞ്ഞു നോക്കി. കഥ കഥ. കഥ കഥ കഥ. കഥ അവള് ഹത, അവള് കായ മാറ്റുന്നതാ. കാ മാറ്റണ്ട. ആ കഥ. കാ സിമ്പിൾ കാ. കഥ. ആ കറക്റ്റ്. എപ്പോഴും കഥ അത് കായ കഥ എന്ന് മാറ്റുന്ന. പറയുന്നത്. ഓക്കെ. കഥ. ആ, അത് കഥ. കഥ. കഥ കഥ കേൾക്കൂ. കഥ കേൾക്കൂ. കഥ കേൾക്കൂ കൺമണി. അവിടെ എത്തും. പിന്നെ നമുക്ക് കിട്ടാത്ത എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. നമ്മൾ വെറുതെ വിചാരിക്കുന്നതാണ് മക്കളെ നമുക്ക് കിട്ടൂലെന്ന്. നമുക്ക് കിട്ടും. എനിക്ക് അങ്കിളിന് മനസ്സിലാവാത്ത ഒരു ഭാഗമുണ്ട്. അതായത് നെഞ്ചമർത്തി എന്ന് പാടിയില്ലേ, ഇതൾ തോറും നെഞ്ചമർത്തി. വന്നിരുന്ന വാനം പാടി കണ്ണീരോടെ നെഞ്ചിലെത്തിയോടെ ഒരു വെള്ളപ്പനീർപ്പൂവ് വിടർന്നാടും ചെടിക്കൈ ഇതൾ തോറും നെഞ്ചമർത്തി. ഇപ്പൊ കറക്റ്റ് ആയി പാടി. നേരത്തെ പാടിയപ്പോ പ്രശ്നം. ആ അത് കൃത്യം. നെഞ്ചമർത്തി. കുറച്ചുകൂടെ. അത്രയും അമർത്തണ്ട, അതൊക്കെ പറയാം. നെഞ്ചമർത്തി. യെസ്, അത് കഴിഞ്ഞിട്ട് പാടിപ്പോൾ നൊന്ത നൊന്ത പാടി വെട്ടം വീണനേരം വെൺപനി നീർപ്പൂവിൻ മുഖം എന്തു, വെൺപനി നീർപ്പൂവിൻ മുഖം എന്തു മായം ചുവന്നേ പോയി കഥ കേൾക്കൂ കൺമണി. അതാ. അപ്പൊ അത് ക്ലാരിറ്റി വേണം നമുക്ക് കേട്ടോ. അത് ശ്രദ്ധിക്കണം കേട്ടോ. ചില നോട്ട്സ് ഒക്കെ പാടുമ്പോ അത് രസമല്ലേ, പാട്ടിൽ ഭയങ്കര രസമല്ലേ, അത് കറക്റ്റ് ആയിട്ട് കൊണ്ടുവന്ന നമ്മൾ എന്ത് പറയും? എസ്തറൂട്ടി എന്തിങ്ങനെയൊക്കെ പാടാൻ പറ്റണേ എന്നൊക്കെ ചോദിക്കില്ലേ? ഇല്ലേ? അങ്ങനെയുണ്ട്, കുറെ പോർഷൻസ് ഉണ്ട് കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് എസ്തറൂട്ടിയുടെ ശബ്ദം ചില സ്ഥലത്ത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിന്നാമിന്നി മിന്നിച്ചു. അതെ, കൊള്ളാം കേട്ടോ. നന്നായി പാടിയിട്ടാ മോളെ. താങ്ക് യു. കുറച്ചുകൂടി ബ്രെത്ത് ഇമ്പ്രൂവ് ചെയ്യണം മോള്.
കേട്ടോ. അപ്പോൾ പല സ്ഥലത്തും ഇങ്ങനെ ശ്വാസം കിട്ടാതെ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്ന കണ്ടു. അപ്പൊ ഇങ്ങനത്തെ പാട്ടൊക്കെ വരുന്ന സമയത്ത് കുറച്ച് നല്ല ബ്രെത്ത് ഉണ്ടെങ്കിൽ നല്ലൊരു ഗ്രിപ്പ് കിട്ടും പാടുമ്പോൾ മോൾക്ക്. അതിനെന്താ ചെയ്യാൻ മോള്? അനുബലുവിൽ കുറച്ച് ലോങ് ഫ്രേസ് ലോങ് ഫ്രേസും ആണ്. അപ്പൊ മോൾക്ക് അത് പാടാൻ കുറച്ചൊരു സ്ട്രഗിൾ ഉണ്ടായിരുന്നു തോന്നി എനിക്ക്. അതുകൊണ്ടാണ് ആ കറക്റ്റ് നോട്ട്സിൽ അത് ഇരിക്കാറിഞ്ഞത്. ഓക്കെ, അത് കറക്റ്റ് സീറ്റ് ആവണമാതിരി ബ്രെത്ത് നല്ലോണം ഡെവലപ്പ് ചെയ്യണം. ഓക്കെ, ചെയ്യോ? ആ, നല്ലൊരു പാട്ടാണ് മോള് സെലക്ട് ചെയ്ത്. വളരെ കേൾക്കുമ്പോൾ വളരെ സിമ്പിളാണ്, പക്ഷെ അത് കറക്റ്റ് നോട്ട്സ് പാടിയിട്ടില്ലെങ്കിൽ അതിങ്ങനെ വേറിട്ട് നിൽക്കും. അപ്പോൾ അത് ബ്രെത്ത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നായിട്ട് പാടാൻ പറ്റും. പാടുമോ അങ്ങനെ? ആ, കാരണം ആ നെഞ്ചമർത്തിയൊക്കെ പാടിയപ്പോൾ ഈ വെളിച്ചം ഫസ്റ്റ് അനുപല്ലവിയിലൊക്കെ പാടിയപ്പോൾ നോട്ട്സും തെറ്റിപ്പോയി, കറക്റ്റ് ശ്രുതിയിൽ നിന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം മോൾ. ഓക്കെ, ഗുഡ് ലക്ക്. എസ്തർ കുട്ടാ നന്നായിരുന്നു. ചിലവേ ആ മിന്നാമിന്നി എനിക്കും വളരെ ഇഷ്ടപ്പെട്ടു നേരത്തെ പാടിയ. എന്ത് രസമായിരുന്നു. നല്ല ഹസ്കിയായിട്ട്, നല്ല ആ ഹസ്കിയായിട്ട് പാടുന്നതിൽ ബ്രില്യൻ്റ് ആണ്, മിടുക്കിയാണ്. പാട്ടുപാടും നിനക്കാരി മധുരരാഗം പകർന്നേകി അതേ കൈകൾ ഇവർക്കേകി വെളിച്ചം. നീ പാടു നിന്റെ മോളം കോട്ടിനുള്ളിലെ തെളിയ കത്തിനികം കൊല്ലരുതേ മിന്നാമിന്നി കരഞ്ഞോതി കഥ കേൾക്കൂ കൺമണി. പിന്നെ എനിക്കിന്ന് തോന്നിയത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ശ്രുതി പ്രശ്നം തോന്നി. ടോട്ടലി പാട്ടിൽ മൊത്തത്തിലായിട്ട് അങ്ങനെ പല സ്ഥലങ്ങളിലും തോന്നി. പിന്നെ ഒരു ഗ്ലൂം അവസാനം വന്നു. അനുപല്ലവിയുടെ എൻഡിൽ പാട്ടിൽ വന്നില്ല. പാട്ടിന് തൊട്ട് മുമ്പ് പാട്ട് തീർന്നിട്ട് കറക്റ്റ് ആയിട്ട് കഥ കേൾക്കൂ കൺമണി കഴിഞ്ഞിട്ട് അനുപല്ലവി നിർത്തി കഴിഞ്ഞപ്പോ പെട്ടെന്നിട്ടാണ് ഒരു നാൾ വിഷം നേരെ തുടങ്ങിയത്. ഉണ്ണിച്ചേട്ടാ ഇപ്പൊ കണ്ടോ ഗ്ലൂം അധികം വരുന്നില്ല, കണ്ടോ? അധികമില്ല, വളരെ കുറഞ്ഞു. വളരെ കുറഞ്ഞു. നമ്മൾ ആ ഗ്ലൂമിനെ പിടിച്ച് നമ്മൾ ബോട്ടിലാക്കി അടച്ചു വെച്ചിരിക്കുക. അതെ അതെ. ഭൂതം. മോളെ ഒരു റിക്വസ്റ്റ് ഉണ്ട്. ആ അനുപല്ല ചരണമില്ലേ, വന്നിരുന്ന വാനമ്പാടി, അവിടുന്ന് തൊട്ടിട്ട് ആ ഫ്രേസ് ഒന്ന് മോള് പാടുക. ബ്രെത്ത് എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിട്ടാ. വന്നിരുന്ന വാനമ്പാടി കണ്ണീരോടെ നെഞ്ചിലെത്തിയോടെ ഒരു വെള്ളപ്പനീർപ്പൂവ് വിടർന്നാടും ചെടിക്കൈയിൽ ഇതൾ തോറും നെഞ്ചമർത്തേ പാടി പോന്നൊന്ത് പാടി വെട്ടം വീണനേം പെൺപനി നീർപ്പൂവിൻ മുഖം എന്തു മായം ചുവന്നേ പോയി കഥ കേൾക്കൂ കൺമണി. കുറച്ച് ബെറ്റർ ആയിപ്പോ. അതെ, നോട്ട്സ് ഒന്നും കൂടി ക്ലാരിറ്റി വേണം. ഒന്നുകൂടി അതെ, ബ്രെത്ത് കുറച്ച് നല്ലോണം ഉണ്ടെങ്കിൽ മോൾക്ക് അത് പാടാൻ പറ്റും. കാരണം ഇതിലും ടഫ് സോങ്സ് ഒക്കെ വളരെ ഭംഗിയായിട്ട് പാടി. വന്നിരുന്നാ തുടങ്ങി കിട്ടി, പിന്നെ നെഞ്ചമർത്തിയിലാണ് ഫുൾ സ്റ്റോപ്പ്. അവിടെ വരെ കണ്ടിന്യൂസ് ആയിട്ട് പോവാണ്. മോൾക്ക് എന്തായാലും പാടാൻ പറ്റും. കുറച്ചുകൂടി ബ്രെത്ത് ഡെവലപ്പ് ചെയ്യും കേട്ടോ. അപ്പൊ എന്തായാലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. MJ അങ്കിളും ഉണ്ണി അങ്കിളും ഒക്കെ പറഞ്ഞു തന്നില്ലേ, അതൊക്കെയാണ് എനിക്കും പറയാനുള്ളത്. ഓക്കെ, ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ എസ്തർ കുട്ടിക്ക് ഇന്ന് 96.25 ഔട്ട് ഓഫ് 100. അപ്പൊ എസ്തർ കുട്ട, അടുത്ത പ്രാവശ്യം നമ്മൾ മറ്റേ മഴ പെയ്പ്പിക്കണേ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ടാറ്റാ. ഓക്കെ. നമ്മുടെ സലിൽ ചൗധരി സാറിന്റെ ഒരു സോങ്ങുമായിട്ട് ജനീലിയ കുട്ടിയാണ് എത്താൻ പോകുന്നത്, നമ്മളെ കൂടുതൽ ഹാപ്പി ആക്കാനായിട്ട്. ലെറ്റ്സ് വെൽക്കം ജനീലിയ ഓൺ സ്റ്റേജ്. ഹായ് ജനീലിയ കുട്ടി. പച്ചക്കിളിയാണല്ലോ, പച്ചക്കിളി. മതങ്ങളും ഇന്നൊരു ഹാഫ് പച്ചക്കിളിയാ. അതെ. ഹായ് ജനലിയ. ഹായ് സർ. കൊറേ നാളായല്ലോ വന്നിട്ട്. കൊറേ നാളായി, കൊറേ വർഷങ്ങളായി. അതുകൊണ്ട് ഞങ്ങൾ എല്ലാരോടും അങ്ങനെയാ പറയുന്നത്. അപ്പൊ പാട്ട് വിശേഷം എന്താ? ഇന്ന് ഞാൻ പാടാൻ പോകുന്ന പാട്ട് സ്വപ്നാടനം ഞാൻ തുടരും. സലിൽദ, the only one and only സലിൽദ. സ്വപ്നാടനുണ്ടോ? സ്വപ്നാടനം എന്താ അർത്ഥം എന്നറിയോ? എന്നുവെച്ചാ എന്നാ? അയ്യോ, സ്വപ്നത്തിൽ എഴുന്നേറ്റ് നടക്കുക. അതാണോ? നടനം. നടനം നടനല്ലടി, സ്വപ്നത്തിൽ എഴുന്നേറ്റ് നടക്കുകന്ന്, ഉറക്കത്തില് സ്ലീപ്പ് വാക്കിംഗ്. സ്ലീപ്പ് വാക്കിംഗ്. പാട്ടൊക്കെ പഠിച്ചു, പക്ഷെ ഇത് പഠിച്ചില്ല അല്ലേ? പാട്ട് പഠിച്ചു, ഇത് പഠിച്ചില്ല. ഇല്ല, പെട്ടെന്ന് ചോദിച്ചു. നിങ്ങക്ക് ആർക്കെങ്കിലും ഉണ്ടോ? അതെ ഉണ്ടോ? കുട്ടഞ്ചേട്ടനുണ്ടോ?
മിണ്ടാണ്ടിരിക്കണ്ടല്ലോ ചോദിച്ചിട്ട്. എന്തായിരുന്നു സ്വപ്നാടനുണ്ടോന്ന്. സ്വപ്നാടനുണ്ടോന്ന് പിന്നെ ശരിക്കും ഉണ്ടോ? ഇന്നലെ രാത്രി സ്വപ്നം കണ്ടില്ലേ? അല്ല അതല്ല, എഴുന്നേറ്റ് നടക്കുവോ നടക്കുവോന്ന്. സ്വപ്നത്തില്? അലാസ്കയിലായിരുന്നു നീ നടന്നോണ്ടിരുന്നത്. സ്ലീപ്പ് വാക്കിംഗ്. വാക്ക് സ്ലീപ്പിംഗ് ആയിരുന്നു. ഇല്ല, ശരിക്കും പറ, സ്വപ്നത്തിൽ നടക്കുവോ? ഇല്ല. മധുവങ്കൾ ഇല്ല. ഉണ്ണിയങ്കളില്ല. അപ്പൊ നമുക്കാർക്കില്ല, നമ്മളെല്ലാം ഉറങ്ങിയതാ. സ്വപ്നത്തിൽ നടക്കാറില്ല. രാത്രി ചിലപ്പോഴും എഴുന്നേറ്റ് കണ്ണടച്ച് നടക്കാറുണ്ട്. അതെന്തിനാ? കാരണം ലൈറ്റ് ഇടണ്ടെന്ന് വെച്ചിട്ട് ഇങ്ങനെ കണ്ണടച്ചിട്ട് ഓ, എനിക്കറിയാം, ബാത്റൂമിലൊക്കെ അതെ ഉറക്കം പോകണ്ടെന്ന് കരുതിയിട്ട്. അപ്പൊ എല്ലാ മനുഷ്യരും ഇങ്ങനെയാണല്ലേ? ഞാനും അങ്ങനെ അപ്പൊ ഇതൊരു തട്ടി വീണില്ലേ? ഇല്ല, ഇല്ല, നമ്മുടെ റൂം നമുക്ക് അറിയാലോ, പോകുന്ന വഴിയൊക്കെ അറിയാം. പോയിട്ട് വരാണെങ്കിൽ ഉറക്കം പോകൂല. ഇനി ഞാനും അത് ട്രൈ ചെയ്യട്ടെ. ഓക്കെ, ഒരേ ഒരു തവണ മാത്രം കാലോടെ തട്ടിയിട്ട് പിന്നെ സൈഡിലല്ലേ ഉണ്ട്. ഉറക്കം പോയി കിട്ടി. അതെ, പിന്നെ എല്ലാം പോയി കിട്ടി. പിന്നെ ഉണ്ടല്ലോ, പിന്നെ എനിക്കൊരു കാര്യം കാണിക്കാനുണ്ട്. എന്താണ്? അത് ആര്യ ചേച്ചി മീനാക്ഷി ചേച്ചി ഇതൊന്ന് മയക്കി പിടിക്കണം. ഓക്കെ, ഞാൻ ഒരു ട്രിക്ക് കാണിക്കാൻ പോവാ. കൈ വെച്ചൊരു സംഭവമാണ്, നിങ്ങളെല്ലാം ട്രൈ ചെയ്യണേ. ഓക്കെ, നമ്മുടെ റൈറ്റ് ഹാൻഡില് ഒരു അപ്പ് ഡൗൺ ചെയ്തോണ്ടിരിക്കണം. എന്നിട്ട് കൈ ഇങ്ങനെ റൈറ്റ് ഹാൻഡിലാണ്. എന്നിട്ട് കൈ ഇങ്ങനെ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡില് ഇങ്ങനെ 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 ഇങ്ങനെയോ? ഒരു എൽ ഷേപ്പ്. ഓക്കെ, ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. നമ്മളിത് ഒരുമിച്ച് ചെയ്യണം. ഇല്ല, ഇങ്ങനെയോ? അയ്യോ, അത് ടഫാ. ഇത് ഇങ്ങനെ പോണ്ടേ, മണ്ടയ്ക്കോട്ട് പോണ്ടേ. ഓ, എങ്ങനെ ചെയ്യാം? മറച്ചും തിരിച്ചു പഠിച്ചേ? എനിക്ക് അറിയത്തില്ല. ഞാൻ ഇത് ഏതോ ചെയ്ത് നോക്കട്ടെ. എങ്ങനെ ഇത് ഇങ്ങനെ ഇങ്ങനെ വെക്കണം. എന്നിട്ട് ഈ കൈ ഇങ്ങനെ 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 ഒന്ന് സ്ലോ ആയിട്ട് കാണിക്കാം. 2 ചിലപ്പോഴേ ഉള്ളൂ. ഇത് മുകളിലോട്ട്, പിന്നെ 3 4 പോയി അത് സൈഡിലോട്ട് പോകാൻ പാടില്ല. 3. ഇത് ജനീലിയ പ്രാക്ടീസ് ചെയ്യാൻ എത്ര ദിവസം എടുത്തു? ഇല്ല, ഞാനിത് പണ്ടേ എനിക്ക് എവിടുന്നോ കണ്ടു, ഞാൻ ചുമ്മാ ട്രൈ ചെയ്തപ്പോ. പക്ഷെ ഞങ്ങൾക്ക് ഇപ്പഴാ കിട്ടിയത്. ഞങ്ങൾ ഇനി പ്രാക്ടീസ് ചെയ്തിട്ട് വരാം. ഈ ആദ്യ താളം അറിയാലോ? എന്താണ്, എങ്ങനെയാണ്? 1 2 3 4 5 6 7 8. രൂപക താളം എന്ന് പറഞ്ഞ എങ്ങനെയാ? 2 3 1. ഇത് രണ്ടും കൂടെ ഒന്നിച്ചിടണം. നോക്കട്ടെ, ട്രൈ ചെയ്യാം. അത് ഇങ്ങനെ ഇങ്ങനെ ആയിപ്പോയി. ഇങ്ങനെ ആയിപ്പോയി. അങ്ങനെയല്ല, ഇതാ. ഓ, ട്രൈ ചെയ്യട്ടെ. എംജെ അങ്കിൾ, ഞങ്ങളുടെ ടീം ജയിച്ചു. പ്രാക്ടീസ് ചെയ്താണ് കേട്ടോ. നല്ല രസമാണ്. ഓക്കെ, അപ്പൊ പാട്ടിലേക്ക് കിടക്കാം അല്ലേ? ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഡീറ്റെയിൽസ് പറഞ്ഞോ? ഇല്ലല്ലോ. ഇല്ല. സിനിമ തുലാവർഷം, വർഷം 1976, മ്യൂസിക് സലീൽ ചൗധരി സർ, ലിറിക്സ് ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി സർ, പാടിയത് ജാനകി. യെസ്, ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഇതിൽ വേറെ 2 പാട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കേളി നളിനം വിടരുമോ ശിശിരം. ഭയങ്കര രസമാണ്. യമുനേ നീയൊഴുകൂ യാമിനി. ഭയങ്കര ബ്യൂട്ടിഫുൾ സോങ്സ് ആണ് കേട്ടോ. അതുപോലെ തന്നെയാണ് ഈ പാട്ടും കേട്ടോ. വളരെ പ്രത്യേകതയുള്ള ഒരു സിനിമയാണ്. കാരണം ദക്ഷിണാമൂർത്തി സ്വാമി മ്യൂസിക് ഉണ്ട്, സലിത മ്യൂസിക് ഉണ്ട്, എഴുത്തില് വയലാർ സാറുണ്ട്, പി ഭാസ്കരൻ സാറുണ്ട്, പിന്നെ ചുവല്ലൂർ കൃഷ്ണൻകുട്ടി സാറുണ്ട്. അപ്പോൾ അസലായിട്ട് പാടട്ടെ. താങ്ക് യു സർ. എന്റെ സ്വപ്നാടനം ഞാൻ
വളരും മുൻപേ മരിക്കുന്നു. സ്വപ്നാടനം ഞാൻ തുടരുന്നു. എന്റെ സ്വപ്നാടനം ഞാൻ തുടരുന്നു. വീട തന്നാലും വീട തന്നാലും എന്റെ വിരഹദുഃഖ സ്മരണകളെ സ്മരണകളെ സ്വപ്നാടനം ഞാൻ തുടരുന്നു. തനിച്ചിരിക്കുമ്പോൾ മിഴി പൊത്തുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ മറയുന്നു. തനിച്ചിരിക്കുമ്പോൾ മിഴി പൊത്തുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ മറയുന്നു. എങ്കിലും ഒരു നോക്ക് കാണാൻ കൊതിച്ചെന്റെ സങ്കൽപ്പനാടനം തുടരുന്നു. എന്റെ മൗനസംഗീതം തുടരുന്നു. സ്വപ്നാടനം ഞാൻ തുടരുന്നു. എന്റെ സ്വപ്നാടനം ഞാൻ തുടരുന്നു. വീട തന്നാലും വീട തന്നാലും എന്റെ വിരഹദുഃഖ സ്മരണകളെ സ്മരണകളെ സ്വപ്നാടനം ഞാൻ തുടരുന്നു. വെരി നൈസ്, വെരി നൈസ്. താങ്ക് യു സർ. ജെനി എന്തു? നന്നായിരുന്നു കേട്ടോ. താങ്ക് യു സർ. ഇത് പാടുന്നത് കേൾക്കുമ്പോഴത്തേക്കും വളരെ ഈസിയാണ് തോന്നുന്നു. തൊട്ടാ പൊള്ളു ഈ പാട്ട്. അതെ അതെ. പാടാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണേ. അതുകൊണ്ട് ഒരു കൈ. താങ്ക് യു സർ. സ്വപ്നാടനം ഞാൻ തുടരുന്നു. എന്റെ സ്വപ്നാടനം ഞാൻ തുടരുന്നു. വീട തന്നാലും വീട തന്നാലും സലിതയുടെ പാട്ടുകൾ പാടുക എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര സംഭവമാണ്. ചിലപ്പോൾ അത് നമ്മളതിൽ വർക്ക് ചെയ്യേണ്ടി വരും, അതിലോട്ട് കയറാനായിട്ട്. അതിലോട്ട് കയറിക്കഴിഞ്ഞാൽ അതിൽ നിൽക്കാനായിട്ട് പിന്നെയും സമയമെടുക്കും. അതിൽ നിന്നാൽ പിന്നെ അവിടെ എത്തിക്കാനായിട്ട് കൂടുതൽ സമയമെടുക്കും. അങ്ങനെയാണ് പാട്ട്. ഇങ്ങനെയാണ്, അതിൻ്റെ ഒരു ലൂപ്പുണ്ട്. നമ്മുടെ സലിതയുടെ പാട്ടിൻ്റെതാവുന്ന അതിൻ്റെ ഒരു വ്യക്തിത്വത്തിൻ്റെ ലൂപ്പുണ്ട്. ആ ലൂപ്പിൽ നമുക്ക് കയറാൻ പറ്റിയാൽ മാത്രമേ നമുക്കത് ഇമ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന് ഇംപ്രഷൻ മാത്രമല്ല, എക്സ്പ്രഷനും ഉണ്ടായിരുന്നു. താങ്ക് യു സർ. സെക്കൻഡ് ചരണത്തിൽ വന്ന എക്സ്പ്രഷൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചിരിക്കുമ്പോൾ മിഴി പൊത്തുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ മറയുന്നു. തനിച്ചിരിക്കുമ്പോൾ മിഴി പൊത്തുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ മറയുന്നു. എങ്കിലും ഒരു നോക്ക് കാണാൻ കൊതിച്ചെന്റെ ഇന്ന് എനിക്ക് നേസൽ ടോൺ കുറച്ച് കൂടുതലായിട്ട് തോന്നി. അത് മൈക്കിന്റെ പ്ലേസ്മെന്റ് ആണോ എന്ന് എനിക്കൊരു സംശയം. ജലദോഷമുണ്ടോ? മൂക്കടപ്പ്? ശ്വാസം മുട്ടൽ? വന്നു ഡോക്ടറെ. അത് എനിക്ക് തോന്നുന്ന മൈക്കിന്റെ പ്ലേസ്മെന്റ് ആണ്. കുറച്ചും കൂടെ താഴ്ത്തി വെക്കണം. കുറച്ചും കൂടെ താഴ്ത്തിയിട്ട് ഒന്ന് സ്വപ്നാടനം. അതെ. ഒന്ന് ശ്രുതി കൊടുക്കാം. സ്വപ്നാടനം യെസ് 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 യെസ്. തുടരുന്നു. ക്ലാരിറ്റി വന്നു. ബെറ്റർ. ആ സ്വപ്നാടനം, ഡെനം എന്ന് പറയരുത്. ഡെനിം അല്ല, ഡനം. ഓക്കെ, സ്വപ്നാടനം. പിന്നെ എനിക്ക് വിട തന്നാലും ഇല്ലേ, ശരിക്കും വിട തന്നാലും എന്നാണ്. വിട തന്നലും. അതങ്ങനെയാ കേൾക്കുന്നത്. ഞാനും അത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ പഠിക്കും. ദീർഘം വേണം അതിന്. കുറച്ച് ദീർഘത്തിൽ പഠിക്കും. വിട തന്നാലും. യെസ്. വിട തന്നാലും വിട തന്നാലും അങ്ങനെ പാടും. വിട തന്നാലും വിട തന്നാലും എന്നാ കുറച്ച് നീളുന്ന പോലെ വേണം, എന്നാലേ അത് അതെ. തന്നലും 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 കിട്ടും. പിന്നെ വിരഹ ദുഃഖാസ്മരണകളെ എന്ന് പാടിയ പോലെ ഉണ്ട്. ദുഃഖ ഒരു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് മറച്ചു വെക്കാൻ പറ്റും. വിരഹ ദുഃഖ സ്മരണകളെ വിരഹ ദുഃഖ സ്മരണകളെ
സ്മരണകളെ സ്മരണകളെ ആ സംഗതി വളരെ സിമ്പിൾ ആയിട്ട് പാടണം. സ്മരണകളെ സ്വപ്ന കുറച്ച് ഗമകം കുറച്ച് കൂടുതലാണ്. ഗമകം കൂടുതലാ. സ്മരണകളെ സ്വപ്ന എന്നാ വരുന്നുണ്ട് അവസാനം. അത് അത്രയും വേണ്ട കേട്ടോ, അതാണ് ഉദ്ദേശിച്ചത്. എന്ന് പറഞ്ഞാൽ സ്മരണകൾ സോഫ്റ്റ് ആക്കണം എന്നല്ല, ഈ അവസാനത്തെ സംഗതി മാത്രം സോഫ്റ്റ് ആക്കിയാൽ മതി. പിന്നെ വിരൽ തൊടുന്നാണ്, വിര തൊടുന്നാണ് ഞാൻ കേട്ടത്. വിര എന്ന് പറഞ്ഞാൽ അറിയുമോ? വാമാണ്. അവിടെ ഒരു വിറയലുണ്ട്, വിരൽ എന്നുള്ളത്. കറക്റ്റായിട്ട് വിരൽ എന്ന് പാടൂ. വിരൽ തൊടും മുൻപേ ആ ഇൽ കേൾക്കണം. വിരൽ തൊടും മുൻപേ അതുപോലെ മരിക്കുന്നത് മെരിക്കുന്നു എന്നാണ് കേട്ടത്. ഒരു മാ അല്ല മേ. അപ്പോൾ മലയാളത്തിന്റെ ചില പ്രയോഗങ്ങൾ ഇതിനകത്ത് വരുമ്പോഴത്തേക്കും കൃത്യമായിട്ട് അത് പാടുമ്പോഴാണ് അത് ഫീൽ ചെയ്യുന്നത്. അതാണ് ജാനകിയമ്മ പാടിയിരിക്കുന്നതിലുള്ള അത്ഭുതം അതാണ്. അതെ, കാരണം അവര് മലയാളിയല്ലല്ലോ, എന്നിട്ട് കൂടി തെലുങ്ക് മലയാളം പാടുമ്പോഴത്തേക്കും മലയാളം ആയിരിക്കും അവർ പാടുമ്പോൾ. അപ്പൊ നമ്മളൊക്കെ മലയാളികളല്ലേ? അപ്പൊ ആണോ? സംശയമില്ല. അറബിയാണോ? അപ്പൊ മലയാളം പാടുമ്പോഴത്തേക്കും മലയാളം തന്നെ ആയിരിക്കണം അല്ലേ? അതുകൊണ്ടാണ് അങ്കിള് ഇതൊക്കെ പറയുന്നത് കേട്ടോ. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക, മുന്നോട്ട് പോവുക. ഈ പാട്ട് സെലക്ഷൻ വളരെ റയറാണ്, ഞാൻ അധികം കേട്ടിട്ടില്ല, ഇത് പാടി കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ സൂപ്പറാണ്. എനിക്ക് ജനലിയുടെ പാട്ട് കേട്ടിട്ട് കുറച്ച് എനിക്ക് 2 മാസത്തിൽ കൂടുതലായി കേട്ടിട്ട്. അപ്പോൾ അവിടുന്ന് ഇപ്പൊ കേൾക്കുന്ന സമയത്ത് ഭയങ്കര ട്രെമൻഡസ് ഇമ്പ്രൂവ്മെന്റ് കാണാം. ഇതാണ് ചില കുറച്ച് നാളുകൾക്ക് ശേഷം ഉണ്ണിച്ചേട്ടൻ കേൾക്കണേ. ഇമ്പ്രൂവ്മെന്റ് മനസ്സിലായി, ഭയങ്കര ഇമ്പ്രൂവ്മെന്റ്. യെസ്, ഐ റിയലി അപ്രീഷിയേറ്റ് ദാറ്റ്. ഓക്കെ, എനിക്ക് ഡിക്ഷനാണ് പല സ്ഥലത്തും മനസ്സിലാവാത്ത മാതിരി തോന്നി. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം കേട്ടോ. മേ ബി ആ നോസിന്റെ ഇതുകൊണ്ടായിരിക്കും അല്ലേ? മൈക്കിന്റെ പൊസിഷൻ മൈക്കിന്റെ പൊസിഷൻ എന്താണെന്ന് അറിയില്ല, പക്ഷെ അത് എന്താന്ന് കണ്ടുപിടിച്ചിട്ട് ഒന്ന് കറക്റ്റ് ചെയ്താൽ നന്നായിരിക്കും. കാരണം ഡിക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ? ജാനകി നമ്മുടെ കൂടെ കുറേ പാട്ടുകൾ നമ്മൾ റെക്കോർഡിങ്സിനൊക്കെ പാടിയിട്ടുള്ളത്, അവർക്ക് ലിപ്പ് അനങ്ങുന്നത് പോലും നമുക്ക് കാണാൻ പറ്റില്ല. അത്ര അത്ഭുതകരമായിട്ട് പാടുന്നില്ലല്ലോ. കൈയിന്റെ ആക്ഷൻ ഉണ്ടാവില്ല, തല ആട്ടില്ല, വളരെ നിശബ്ദമായിട്ട് നിന്നിട്ടാണ് പാട്ട് പാടുന്നത്. പക്ഷെ പാട്ട് വളരെ വാചാലമായിരിക്കും. അതെ, അതൊരു ഭയങ്കര അത്ഭുതമാണ് ജാനകി അവിടെ. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ കൊള്ളാം. അപ്പോൾ മോള് പാടുന്ന സമയത്ത് ഹൈ നോട്ട്സിലൊക്കെ കുറച്ച് സ്ട്രെയിൻ ചെയ്യണമായിട്ട് തോന്നി എനിക്ക്. പക്ഷെ ഇത് ഹൈ ആണത് ആ പാട്ട്, ആ പോർഷനൊക്കെ. പക്ഷെ അതും എഫേർട്ട്ലെസ് ആയിട്ട് പാടാൻ ശ്രമിക്കുക, അപ്പോൾ കൂടുതൽ നന്നായിരിക്കും തോന്നി. പിന്നെ ഫസ്റ്റ് മോളെ തുടങ്ങിയില്ലേ സ്വപ്നാടനം ഞാൻ, അത് കുറച്ചൊന്ന് സ്ലിപ്പായി പോയി. പിന്നെ നെക്സ്റ്റ് ഞാൻ വന്നപ്പോഴേക്കും അത് കറക്റ്റ് ചെയ്തു. അത് കൂടാതെ പക്ഷേ പാട്ടിന്റെ എക്സ്പ്രഷൻസ് വൈസ് ഇറ്റ് വാസ് വെരി വെരി ഗുഡ്. ചില ചെറിയ സാധനങ്ങളൊക്കെ ഗംഭീരമായിട്ട് പാടി. ഓക്കെ, സലിൽ ചൗധരിയുടെ പാട്ട് പാടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടൻ പറഞ്ഞ മാതിരി തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്താ പറയുക, ഒരു സ്പെഷ്യൽ സ്റ്റാമ്പാണ് സലിൽ ചൗധരിയുടെ. ഒരു മൗലികതയുള്ള കമ്പോസിഷൻസ് ആണ്. വേറെ ആർക്കും അത് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റില്ല. അത്രയും നല്ലൊരു കമ്പോസിഷൻസ്. ഇമിറ്റേറ്റ് ചെയ്താലും അറിയത്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. സോ യു സെലക്ടഡ് എ വെരി ക്ലാസിക് സോങ്, carried out very well. Thank you, Best sir. of luck. Thank you, sir. ജെനി നന്നായിരുന്നു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഇത് ജെനിക്കുട്ടി ഇത് പാടിയത് ജനലിയ പാടിയത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ പാട്ട് സെലക്ട് ചെയ്തതും എനിക്ക് ഇഷ്ടപ്പെട്ടു. ജനലിക്ക് മാച്ച് ചെയ്യുന്നുണ്ട് ഈ പാട്ട്. നേരത്തെ പറഞ്ഞ പോലെ അത് അത്ര ഈസി അല്ല സലിൽദയുടെ പാട്ടുകൾ പാടുക എന്ന് പറഞ്ഞാൽ. പ്രത്യേകിച്ച് ഈ പാട്ടിലും അങ്ങനെ കുറേ ഭാഗങ്ങളുണ്ട് ടഫായിട്ടുള്ള. കേൾക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് തോന്നും, പക്ഷെ പാടുമ്പോൾ നമ്മൾ വിവരം അറിയാം. അങ്ങനത്തെ ഇതിലിപ്പോൾ ഫസ്റ്റ് സ്വപ്നാടനം ഞാൻ കുറച്ച് സ്ലിപ്പായി. ഫസ്റ്റ് തുടങ്ങിയത് അത് ഉണ്ണിയേട്ടൻ പറഞ്ഞു. രണ്ടാമത്തെ ഞാൻ കലക്കി, എൻ്റെ സ്വപ്നാടനം ഞാൻ. അതെങ്ങനെയായിരുന്നു അത്? രണ്ടും പാടിക്കോ. സ്വപ്നാടനം സ്വപ്നാടനം ഞാൻ തുടരുന്നു, എൻ്റെ സ്വപ്നാടനം ഞാൻ അതന്നെ. നല്ലായിരുന്നു കേൾക്കാൻ കേട്ടോ. കേൾക്കൽ ഇതിലും നന്നായിരുന്നു. പിന്നെ എനിക്ക് തോന്നിയത് കുറച്ച് ശ്വാസ തടസ്സം കാണുന്നു ചില സ്ഥലങ്ങളിൽ, കിട്ടാൻ ബുദ്ധിമുട്ടുന്ന പോലെ. അതൊക്കെയാണ് ചെറിയ പ്രശ്നങ്ങൾ. പിന്നെ വിടരും മുൻപേ എന്നുള്ളത് സെക്കൻഡ് ടൈം, അതെങ്ങനെയായിരുന്നു? അതെ, അത് രണ്ടാമത്തെ തവണ കുറച്ചൊന്ന് ശ്രുതി ചേരണമെന്ന് എനിക്ക് തോന്നി. പിന്നെ മറയുന്നു,
തനിച്ചിരിക്കുമ്പോൾ മിഴിപൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ മറയുന്നു. അതും കുറച്ചൊന്ന് ശ്രുതി ഒന്ന് പാടിയത്. തനിച്ചിരിക്കുമ്പോൾ മിഴി പൊത്തുന്നു, തിരിഞ്ഞു നോക്കുമ്പോൾ മറയുന്നു. അതാണ് എനിക്ക് നേരത്തെ പാടിയപ്പോ സ്ലിപ്പായിരുന്നു. മൈക്ക് ഇങ്ങനെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതെ, പോകുന്നുണ്ട്. പാടുമ്പോഴത്തേക്ക് അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഈ താഴത്തെ ചുണ്ടിന്റെ കുറച്ച് താഴത്ത് വെച്ചാൽ മതി, അപ്പൊ കറക്റ്റ് ആയിരിക്കും, ക്ലാരിറ്റി ഉണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും ഇതൊക്കെ ഉള്ളൂ. ബാക്കിയെല്ലാം സൂപ്പറായിട്ട് പാടി. എനിക്ക് വോയിസും അതുപോലെ തന്നെ സൂപ്പറാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വോയിസ് ആണ് ജനലി കുട്ടിയുടെ. എപ്പോഴും പറയുന്നതാണ്, ഈ ശ്വാസത്തിന്റെ കാര്യം ശ്രദ്ധിക്കുക, ചെറിയ ചെറിയ സംഗതികൾ, ശ്രുതി, അതൊക്കെ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഈ പാട്ടിൽ നിന്ന് എന്ത് പഠിച്ചു? ഒരൊറ്റ വാക്കിൽ, ഒരു ഒറ്റ സെന്റൻസിൽ, ഒറ്റ ഫ്രേസിൽ. ഫീൽ അല്ല, എന്താണ് തോന്നിയത് ഇപ്പൊ ഇത് പാടി കഴിഞ്ഞാൽ? നമ്മൾ എല്ലാവരും കമന്റ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. എന്താണ് മനസ്സിലാക്കിയ കാര്യം? ഒരൊറ്റ കാര്യം, ഒറ്റ കാര്യം. ഇംപ്രൂവ്മെന്റ് ഉണ്ട്. അല്ലല്ല, ഞാൻ സോറി, ഞാൻ സ്ലിപ്പ് ചെയ്യാൻ പാടില്ല. ഞാൻ സ്ലിപ്പ് ചെയ്യാൻ പാടില്ല. ഞാൻ സ്ലിപ്പ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഞാൻ പോവും. എന്ത് പോവും? ഞാൻ പോവും. സ്ലിപ്പ് ചെയ്താൽ താഴെ വീഴും. ശരിയാ. അപ്പൊ സ്ലിപ്പ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പൊ ഞാൻ കറക്റ്റ് ആക്കണം. അത്രേ ഉള്ളൂ. ജനലിക്ക് ഈ ഒരു ക്ലാസിക് സോങ്ങിന് നമ്മൾ എത്ര കൊടുക്കുന്ന അറിയോ? എത്രയാണ്? 97 out of 100. താങ്ക് യു സർ. ഓൾ ദ ബെസ്റ്റ്. കുറെ പുതിയ മാർക്ക് വന്നിട്ടുണ്ട്, അതൊക്കെ എക്സ്പ്ലോർ ചെയ്യണം. ഓൾ ദ ബെസ്റ്റ്. മധുകൾ, ചെന്നൈയിൽ നിന്ന് ഉണ്ണിയങ്ങൾ വരുമ്പോ ഒരു സിംഗത്തെ കൂടെ കൊണ്ടുവന്നു. അങ്ങനെ ഒരു അമ്പത്തൂർ സിംഗത്തിനെയാണ് നമ്മൾ വിളിക്കാൻ പോകുന്നത്. റൈക്ക കുട്ടി, വെൽക്കം. പഴയ പാട്ടാ പാട പോறீங்க? அதனாலதான் இந்த மிடி இப்படி இருக்கா? സലിൽദയുടെ റൗണ്ടാണ്. ഓ, അതനാല. ஆமா. உன்னியங்கள் எத்தனை நாளாச்சு பார்த்து? ரொம்ப நாளாச்சு. ரொம்ப மிஸ் பண்ணேன் உன்னை. அப்படியே நானும் உங்களை ரொம்ப மிஸ் பண்ணேன். சும்மா சொல்றது இல்லை, இல்லை. ഉണ്ണിയങ്ങളും റൈക്കക്കുട്ടി അടുത്തടുത്താണോ? இல்ல, இவர் வந்து அம்பத்தூர் தானே, கொஞ்சம் தூரம் ஜாஸ்தி. ஓகே. ஆனா இந்த ஹேர் ஸ்டைல் எல்லாம் பிரமாதமா இருக்கு. தேங்க் யூ. ரொம்ப சின்ன குட்டி ஆயிட்டா நீ. பின்ன நான் வந்து குழல்மந்தம் ராமகிருஷ்ணன் மாமாட்ட இப்படி சொன்னேன், நான் பாடினேன்னு சொல்லிட்டு சொன்னேன். அப்போ எம்ஜே சாரோடும் மது அங்கிൾക്കും ഉണ്ണി അങ്കിൾക്കും എല്ലാവർക്കും കുഴൽമന്ദൻ രാമകൃഷ്ണൻ മാമാவோட നമസ്കാരങ്ങൾ சொன்னேன். எங்களோட நமஸ்காரமும். ராமகிருஷ்ணன் ചേട്ടാ வணக்கம். வணக்கம். സോ ഇന്നൊക്കെ പാട്ട് வந்து സൽദാടെ പാട്ട്. ஆமா. മഴവിൽ കൊടി കാവടി അഴകു വിടർത്തിയ മാനത്തെ പൂങ്കാവിൽ. ரொம்ப அழகான பாடல். ரொம்ப അഴകാன പാട്ട്. തുമ്പിക്കും അവളുടെ പൊന്മക്കൾക്കും തേനുണ്ടോ? തേനുണ്ടോ? തേൻ പോലുള്ള പാട്ടാണ്. അപ്പൊ ബാക്കി ഡീറ്റെയിൽസ് പറയൂ. ഇയർ 1973, ലിറിക്സ് ONV കുറുപ്പ് സർ, പാടിയത് ജാനകി അമ്മ, മൂവി സ്വപ്നം, മ്യൂസിക് ഡയറക്ടർ സലിൽ ചൗധരി സർ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കേ, പ്രമാദമാ പാടില്ല. താങ്ക് യു. ഓക്കേ.
ரைக்கா ஓ ரொம்ப சந்தோஷம். என்னதுக்கு எதுக்கு? தெரியலே. ரொம்ப ரொம்ப சந்தோஷம். നന്നായി പാടിയതുകൊണ്ട്. ஆ ரொம்ப 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 சந்தோஷம். என்னதுக்கு? இதுக்கு ஏன் சந்தோஷப்படக்கூடாதா? தெரியாதா? ആണ് അത് തന്നെയാണ്. என்னன்னா இப்போ வந்து ரைக்காக்கு தெரியும் எப்படி பாடணும்னு. ആ. Thank you. அதுதான் சந்தோஷம். அந்த ட்ராக்ல வந்துருச்சு அந்த நீங்க. ட்ராக்ல கரெக்டா வந்து உட்காருது. அது ஆமா. Thank you. உட்கார்ந்தது கரெக்டா? கரெக்ட். உட்காருதா உட்கார்ந்தது? உட்கார்ந்தது. ഉക്കാന്ന്. എന്റെ തമിഴ് ഉണ്ണിച്ചേട്ടൻ കേക്കണ്ട. ഉണ്ണിയങ്ങൾ ഇങ്ങനെ ചാരി ഇരുന്ന് കേക്ക് കുറച്ചെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ ഉണ്ണിച്ചേട്ടാ? കുറച്ചൊരു ഇമ്പ്രൂവ്മെന്റ്, കുറച്ച് പകച്ചുപോയി ഞാൻ. അതുകൊണ്ട് ചാരി കിടന്നുപോയി. കുറച്ച് പകച്ച ബാല്യമായി പോയി. റൈക്ക, അതാണ് എനിക്ക് ഏറ്റവും സന്തോഷം. Thank you. This is a very difficult song to sing and you made it look easier. Thank you. അത് സൂപ്പറാണ്. Thank you. പക്ഷെ ഫൈനർ പോയിന്റ്സ്, attention to detail, அது ரொம்ப அதோட மைக்ரோஸ்கோப்பிக்கா பார்க்க வேண்டுது. ஓகே. ஓகே. இப்போ வந்து தாழ்வரையாகே, தாழ்வரானா என்ன? தாழ்வர. வேலி. வேலி. ஓகே. வேலியிலூടെ ஜேர்னி பண்ணும்போது அது கரெக்டா தாழ்வரையா தெரியணும் இல்லையா? எப்படி அது? അത് 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 കുറച്ചും കൂടെ ഉണ്ടല്ലോ. ഒരുപാടാക്കരുത്, പക്ഷെ അതിൽ ഉള്ള അത്രയും വേണം. താഴമ്പൂ. അത് കഴിഞ്ഞിട്ട് ഓ. ബെറ്റർ. നേരത്തെ പാടിയതിനേക്കാളും ബെറ്റർ ആണ്. ആ നോട്ട്സ് വളരെ റെയർ ആയിട്ടുള്ള ഒരു ജേണിയാണ് അവിടെ നോട്ട്സ് അല്ലേ? ആ നോട്ട്സ് വരുന്നത് അത് കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ. പിന്നെ പല്ലവിയിൽ തേനുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടല്ലോ. ആ തേൻ അവിടെ കറക്റ്റ് ആയിട്ട് അതിന്റെ സ്വീറ്റ്നെസ് വന്നില്ലല്ലോ. തുമ്പിക്കും അവളുടെ പൊന്മക്കൾക്കും തേനുണ്ടോ? 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 ആ നോട്ട്, ആ തേ എന്നുള്ളത് കറക്റ്റ് ശ്രുതിയിൽ വരണം. തുമ്പിക്കും അവളുടെ പൊന്മക്കൾക്കും തേനുണ്ടോ? 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 അത് കറക്റ്റ് നോട്ടിൽ വരണം. പിന്നെ ചരണത്തിലെ തേൻ അത് കുറച്ചുകൂടി സ്വീറ്റ് ആയിരുന്നു. പക്ഷെ കദളിപ്പൊൻ തേൻ എന്നപ്പോ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. കദളിപ്പൊൻ വരണം. കുറച്ചും കൂടെ അവിടെ എത്തണം. എത്തിപ്പിടിക്കണ്ട. നമ്മളിങ്ങനെ വാഴയിലൊക്കെ നമ്മുടെ അതിൽ നിന്ന് ഇങ്ങനെ ബനാന അത് എടുക്കാനായിട്ട് നമ്മളിങ്ങനെ ചാടി എത്തിപ്പിടിക്കൂലേ, അതുപോലെ വേണ്ട കേട്ടോ. അത് ശ്രദ്ധിക്കുക. ബാക്കിയെല്ലാം നന്നായിട്ടുണ്ട് കേട്ടോ. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ സെലക്ഷൻ ഓഫ് സോങ്. പിന്നെ വയണപ്പൂ ചൂടുന്ന കാടേതോ അവിടെയും ശ്രുതി ചേരാതെ പോയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഇതൊക്കെ ഞാൻ പറഞ്ഞത് ജസ്റ്റ് അതിന്റെ കൂടെയുള്ള സംഭവങ്ങളാണ്. പക്ഷെ മെയിൻ സംഭവം എന്ന് പറയുന്നത് ഇപ്പോ റൈക്കക്ക് தெரியுது என்ன தெரியுது, பாட்டு எப்படி படிக்கணும், எப்படி படிக்கணும், எப்படி பாடணும், அதெல்லாம் தெரிஞ்சு கொஞ்சம் எப்படி எக்ஸிக்யூட் பண்ணணும், அதா எஸ் எப்படி அது பெர்ஃபார்மன்ஸா கன்வெர்ட் பண்ணனும்னு இப்ப தெரிஞ்சது. அதுதான் biggest lesson. Thank you for you. Very nice. Thank you. நான் வந்து சொல்லணும்னு நினைச்சதெல்லாம் வந்து இவரு சொல்லிட்டாரு. அதுக்கு மேல நான் என்ன சொல்லணும்? நான் என்ன சொல்றது? நான் என்ன சொல்லணும்? என்ன சொல்றது? அப்போ நன்னாയിരുന്നു റൈക്ക കുട്ടി. Thank you. ரொம்ப நல்லா பாடினாள். Thank you. ரொம்ப நல்ல இம்ப்ரூவ்மெண்ட் தெரியுது எனக்கு. Thank you. ஆமா. ஏன் எப்படி இப்படி எல்லாம் நீங்க எவ்வளவு அழகா பாடுறீங்க? எப்படி பாடுறீங்க? அது இത്ര பாட்டு பாடியாச்சே, அதனால அந்த எக்ஸ்பீரியன்ஸ்ல கிடைச்சது இல்லையா? அந்த க்ரூமர்ஸ் எல்லாம் ஹெல்ப் பண்றதுனால
இல்லையா? ஆமாம் இந்த ஆர்கெஸ்ட்ரா அந்த அங்கிள் மாரெல்லாம் வந்து ரொம்ப ஹெல்ப் பண்றதுனால ஆமாம். அது தெரியறது, ரொம்ப நல்லா தெரியறது. தேங்க்யூ. அந்த சின்ன சின்ன அந்த ஸ்ருதி பிரச்சனை அதெல்லாம் தான் இருக்கு. இந்த கொஞ்சம் நாட்ஸ் கொஞ்சம் கூட சில இடத்துல கொஞ்சம் கூட கான்ஃபிடென்ஸ் வேணும்னு புரிஞ்சு அப்படி தெரியறது. அதெல்லாம் இவர் சொல்லிட்டாரு ஆல்ரெடி. அப்புறம் கதளி பொன் கூம்பிலே இந்த செகண்ட் டைம்ல அது கொஞ்சம் ஃபினிஷிங் வேணும்னு தோணுது. கதளி பொன் கூம்பிலே செகண்ட் டைம் எப்படி? கதளி பொன் கூம்பிலே. எஸ், இப்ப கரெக்டா வந்தது. கதளி பொன். கதளி பொன். கதளி பொன். ஓகே. கதளி பொன். எஸ். ஓகே. ஆமா. அது அப்புறம் பாக்கி எல்லாம் ரொம்ப நல்லா இருந்தது. காடை ஏதோ கொஞ்சம் கரெக்டா பர்ஃபெக்டா வரணும்னு தோணுது. ஓகே. காடேதோ அது. அப்புறம் அவ்வளவுதான். அப்புறம் லாஸ்ட் தேனுண்டோ ஃபினிஷ் பண்ணீங்களே, சாங் ஃபினிஷ் பண்ணும்போது அந்த தேனுண்டோ சஸ்டெயின் அதுவும் கொஞ்சம் ஸ்ருதியில கொஞ்சம் கூட சஸ்டெயின் கொடுத்து நிறுத்தினா கொஞ்சம் கூட அழகா வரும். ஓகே. 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 இம்ப்ரூவ்மெண்ட்டுக்கு நான் இன்னொரு வாட்டி கை தட்டுறேன். தேங்க்யூ. சூப்பர். ஹாய் ரைக்கா குட்டி. ஹலோ. இந்த கியூட் ரைக்கா குட்டி. எஸ். மிஸ் வேர்ல்ட் பேசினாலும் கியூட்டா இருக்கு. மிஸ் வேர்ல்டா மிஸ் யூனிவர்ஸா இருக்கு இல்ல? மிஸ் வேர்ல்டா மிஸ் யூனிவர்ஸா? அதான். எது? இப்போ மிஸ் சென்னை. இப்போ மிஸ் சென்னை, அதுக்கப்புறம் மிஸ் இந்தியா, அப்புறம் மிஸ் வேர்ல்ட், மிஸ் யூனிவர்ஸ். ஆமா, நல்லா பாடினேன். ரைக்கா. டீடைல்ஸ் தான் கொஞ்சம் கூட இன்னும் கொஞ்சம் கத்துக்கலாம். ஓகே. ஓகே. க்ரூமர்ஸ் கிட்ட இருந்து கரெக்டான டீடைல்ஸ் எடுத்து அதை கரெக்டாக எக்ஸிக்யூட்டிவ் பண்ணணும். ஓகே. 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 சில டீடைல்ஸ் எல்லாம் மிஸ்ஸிங்காக இருக்கு. அப்புறம் அந்த ஃபர்ஸ்ட் பாடினர்ல ஆட்லிப் பாடினர்ல அது இன்னும் கொஞ்சம் ஸ்ப்ரெட் பண்ணி പാടலாம். நல்லா സ്പ്രെഡ് பண்ணி പാടலாம். ഓക്കേ. കുറച്ചും കൂടി എലാബറേറ്റ് ആയിട്ട് പാടിയാൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും. ഓക്കേ. ജാനകിയമ്മ പാടിയത് കേട്ടിട്ടില്ലേ? അത് കുറേ പ്രാവശ്യം കേൾക്കുക. അപ്പോൾ അത് കുറച്ചും കൂടി സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കേൾക്കാൻ. ഓക്കെ. ആ വോയിസിന്റെ ഡൈനാമിക്സും ഒക്കെ മോളുടെ വോയിസിൽ കൊണ്ടുവന്നാൽ കൂടുതൽ ക്യൂട്ടായിരിക്കും മോള്. ഓക്കെ. ഓക്കെ മോളെ, ഓൾ ദി ബെസ്റ്റ് വിഷസ്. താങ്ക് യു. മീനുടാ, എന്തോ ഇതിൽ ഒരുപാട് നല്ല പാട്ടുകളുണ്ട് കേട്ടോ. ശാരികേ ശാരികേ ആ പാട്ടുണ്ട്. പിന്നെ വേറൊരു പാട്ടുണ്ട്, അത് ഉണ്ണിച്ചേട്ടൻ പണ്ട് കൈരളി ചാനലിന് വേണ്ടിയിട്ട് ഗന്ധർവ സംഗീതത്തിലോ മറ്റോ പാടിയിട്ടുള്ളത് അന്ന് കേട്ടതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. നീ വരൂ കാവ്യ ദേവതയെന്ന്. ആ പാട്ട് തരട്ടെ. നീ വരൂ കാവ്യ ദേവതേ, നീ വരൂ കാവ്യ ദേവതേ, നീലയാമിനി തീരഭൂമിയിൽ, നീലയാമിനി തീരഭൂമിയിൽ, നീറുമെൻ ജീവനിൽ കുളിരുമായി വരൂ വരൂ വരൂ, നീ വരൂ കാവ്യ ദേവതേ, നീലയാമിനി തീരഭൂമിയിൽ, നീലയാമിനി തീരഭൂമിയിൽ, നീറുമെൻ ജീവനിൽ കുളിരുമായി നീ വരൂ വരൂ വരൂ. താങ്ക് യു. അപ്പൊ കുളിരുമായി വരാൻ പോകുന്ന മാർക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 96.5 ഔട്ട് ഓഫ് 100. റൈക്ക കുട്ടി, ഇനിയും ഒത്തിരി കുളിരുന്ന ഒരു മാർക്ക് വാങ്ങണം അടുത്ത പ്രാവശ്യം. ഓൾ ദി ബെസ്റ്റ്. ബൈ. നമ്മുടെ ടോപ്പ് സിംഗറിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഇന്നത്തെ പാട്ടുകളും പെർഫോമൻസുകളും ഒക്കെ ഒത്തിരി ഒത്തിരി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ദിവസം നമ്മൾ വീണ്ടും കാണും വരെ എല്ലാ പ്രേക്ഷകർക്കും ടാറ്റ, ബൈ, സീ യു.